ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മൽ കുല്ലിയു. ഇനി കുല്ലിയാവുന്നത്, ഈ കുല്ലിയ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? പലതിനു മേലും പറയാൻ പറ്റുന്ന കുല്ലിയാണ്, ഒറ്റതിന് മേലും പറയാൻ പറ്റുകയാണെങ്കിൽ യൂസ് ചെയ്യും. ഏതായാലും ഈ കുല്ലിയ എന്ന സാധനം ഇമ്മായക്കൂന ഒന്നുകിൽ അതായിരിക്കും തമാമ ഹക്കീക്കത്തി അഫറാദിഹി, അതിൻ്റെ ഫർദുകളുടെ ഹക്കീക്കത്തിൽ തമാമായിരിക്കും. ഹക്കീക്കത്ത് പറഞ്ഞാൽ മാ ബി ഷെയ് ഹുവ ഹുവ, ഒരു വസ്തു അത് അതായി തീരാൻ അത്യാവശ്യമുള്ള സംഗതിൻ്റെ പേരാണ് എന്ത് പറയാം? ഇൻസാനായി തീരുന്ന ഹയാത്തിനൊത്തുക്കൊണ്ടായിട്ടാണ് എന്നതുപോലെ ഓരോന്നിനും അതായി തീരാൻ വസ്തു ഉണ്ട്, അതിന് ഹക്കീക്കത്ത് അറിയും. അപ്പോൾ എല്ലാ വസ്തുവിനും ഹക്കീക്കത്ത് ഉണ്ടാവും. അതിന് ഏതൊരു സാധനത്തിനും അതിൻ്റെ ഹക്കീക്കത്ത് ഉണ്ടാവും. അപ്പോൾ അഫ്രാദിൻ്റെ ഹക്കീക്കത്തിന് തമാം ഈ കുല്ലിയനാണ് എങ്കിൽ, ഇൻസാൻ എന്താ? ഹൈവാനാത്തിക്ക്. സെയ്ദ് എന്താ? ഹൈവാനാത്തിക്ക്. ഇങ്ങനെയാണ് എങ്കിൽ ഇൻസാന് പോലെ അല്ലദീവ തമാമു ഹക്കീക്കത്ത് ജൈരിയും അംബരിയും ബക്കരിയും പോയിരിയും, അതിൻ്റെ ഫർദാണ് ഇൻസാൻ്റെ ഫർദാണ് ഏത്? സെയ്ദ് അംബറും ബക്കറും ഒക്കെ. അതിൻ്റെ ഫർദുകളാവുന്ന ഈ ഇറ്റങ്ങളുടെയൊക്കെ ഈ ഫർദുകളാവുന്ന സെയ്ദ് അംബർ പോലത്തെ തമാമ എൻ്റെ ഹക്കീക്കത്ത് എന്താണ്? ഹൈവാനാത്തിക്ക് അല്ലേ? അതിൻ്റെ കുല്ലിയാവുന്ന ഇൻസാൻ്റെ ഹക്കീക്കത്ത് എന്താണ്? അത് ഹൈവാനാത്തിക്ക് അല്ലേ? ഇങ്ങനെ തമാമാണ് എങ്കിൽ ഫൗവ നൗഉൻ, ആ കുല്ലീന് പേരെന്താണ്? നൗഇനാണ്. ഈ നൗഇൻ്റെ നിർവചനം പറയാൻ നോക്കി. ഈ നൗ എന്നാൽ എന്ത്? കളപ്പട മുത്തനവറാക്കിയാൽ മതി. സ്വാദിക്കുൻ. ഈ നൗ എന്നാൽ പറയാൻ പറ്റുന്ന കുല്ലിയ എന്നാണ്. അതിൽ മുത്തഫിഖീന ബിൽ ഹക്കീക്കത്തി മാഹുവായി മാഹുവ, മാഹുവിൻ്റെ ജവാബിൽ ഹക്കീക്കത്ത് ഒത്ത വലതിന് മേലും പറയാൻ പറ്റുന്ന കുല്ലിയ. ഹക്കീക്കത്തെ പല സാധനങ്ങളാണ് സെയ്ദ് അംബർ ബക്കർ ഹാൽ, അതിനൊക്കെ പറയാൻ പറ്റുന്ന സംഗതിയാണ് ഇത് ഇൻസാൻ അല്ലേ? ഇതിനൊക്കെ എന്താ പറയുക? ഇൻസാൻ. അപ്പോൾ എന്താ മനസ്സിലായി? ഇൻസാൻ തന്നെ ആണ്, ജിൻസല്ല. ജിൻസിന് വേക്കൽ വരുന്നുണ്ട്. ഹക്കീക്കത്ത് വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റും. ജിൻസ് അറിയാൻ വരാൻ വരുന്നുണ്ട്. മസലൻ ഒരു ഉദാഹരണം പറയാം. ഇതാ കീല ചോദിക്കപ്പെട്ടാൽ സെയ്ദുൻ അംബ്രുൻ മാഹുമ, സെയ്ദ് എന്താണ് അംബ്ര എന്താണ് ചോദിക്കപ്പെട്ടാലൊക്കെ യുക്കാലുഫിൽ ജവാബി ഇൻസാൻ. എനിക്കെന്താ പറയാ? ഇൻസാൻ എന്നാ പറയാ. ആദ്യം മറ്റങ്ങനെയല്ല പറയാ. ഇൻസാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവാൻ നാത്തിക്കാണ് പറയും, ഹിമാർ എന്താ മറ്റേ നാഹിക്കാണ് പറയും. ഇങ്ങനെ മാറി മാറി പറയും. ഇത് മാറി മാറി പറയില്ല. സെയ്ദ് എന്താ? ഹൈവാനാത്തിക്ക്. അംബ്ര എന്താ? ഹൈവാനാത്തിക്ക്. ബക്കർ എന്താ? ഹൈവാനാത്തിക്ക്. ആ ഹക്കീക്കത്ത് ഹക്കീക്കത്ത് ഒത്ത പരത്തിന് മേൽ വരാൻ പറ്റുന്ന കുല്ലിയാണെങ്കിൽ എന്ത് പറയും? നൗ പറയും. പിന്നെ ഫലം തിയാസി അഹദി മിൻഹുമ, ഈ സെയ്ദ് അംബ്രിൽ നിന്ന് ഒരാൾക്ക് വേർതിരിയലുണ്ടാവില്ല. അനിലാഹിന് മറ്റാളെ തൊട്ട് ഇല്ല ബിഅസ്ബിൽ ഹവാരിദിൽ മുഅയ്യിനത്തി, അവനായി നിർണിതപ്പെടുത്തുന്ന അവനാനിക്ക് ആയരുള്ളാവുന്നതിനനുസരിച്ചല്ലാതെ. ഓരോ വ്യക്തിക്കും ഓരോ ആയരുന്നുണ്ടാവും. എനിക്ക് എൻ്റേതായ ചില വിഷയങ്ങളുണ്ടാവും, എനിക്ക് എൻ്റേതായ ഉണ്ടാവും. ഓനാക്കി തീർക്കുന്ന സംഗതികളെ കൊണ്ടല്ലാതെ ഒന്നുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. ഹക്കീക്കത്ത് ചോദിച്ചാൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയ്ദ് എന്താ ചോദിച്ചാൽ ഇൻസാനാണ്. അംബർ എന്താ വെച്ചാലും അത് ഇൻസാൻ എന്നാണ്. ബക്കർ എന്താണ്? അതൊക്കെ ഇൻസാൻ തന്നെയാണ്. ഒക്കെ അവനാത്തിക്ക്. വൈക്കാലഹു അൻ നൗഉൽ ഹക്കീക്കിയു, ഇതിൻ്റെ പേരെന്താണ്? നൗ ഹക്കീക്കി എന്നാണ് പേര്. ഇത്ര തെറ്റെഴുതി തെറ്റണം കേട്ടോ. എൻ്റെ ഇത്ര തെറ്റില്ല, ഇങ്ങനെ തെറ്റേണ്ട സാധ്യത ഉണ്ടാകിയ ചെയ്താവില്ല. അത് നൗ ഹക്കീക്കി എന്നാണ് പേര്. യുഅറഫു നൗഉൽ ഇളാഫിയു, നൗ ഇളാഫിക്ക് തെറ്റിരുത്തിയോ? യുഅറഫ് ചെയ്ത് കൊടുത്തു. നൗ ഇളാഫിക്ക് തൈരീഫ് അറിയപ്പെടും. എന്തുകൊണ്ട്? നൗ ഹക്കീക്കത്തുൻ, അതൊരു ഹക്കീക്കത്താണ്. അത് ഇവിടെ ചർച്ച ഉണ്ടായിരുന്നു. നൗ എന്ന പേരുള്ള നമ്മളെ ഒരു കുല്ലി വന്നപ്പോൾ അതേ നൗ എന്ന കെലിമത്ത് പറയപ്പെടുന്ന വേറെ സംഗതി ഉണ്ടായതുകൊണ്ട് അതിവിടെ പറഞ്ഞാണ്. അല്ലാതെ ഇവിടെ ഏത് വിഷയം ഉണ്ടായതുകൊണ്ട് പറഞ്ഞല്ല, ഇവിടെ അത് ബന്ധം ഉണ്ടായതുകൊണ്ട് പറഞ്ഞല്ല. നൗ ഹക്കീക്ക് മാത്രമാണ് നൗ മുത്രക്കൻ നൗ കയറിയത്. നമ്മൾ സാധാരണ മഫൂൽ ബിഹിക്കല്ല മഫൂൽ കയറിയത്. എന്നപോലെ നൗ ഹക്കീക്കാണ് മുത്തലക്കൻ നൗ കയറിയത്. നൗ ജിൻസ് ഫസിൽ ഇങ്ങനെയാണ് ഇവര് കുല്ലീനെ ജോലിയാക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഓരിയാണ് ഇത് നൗ, രണ്ടാമത്താണ് ജിൻസ്. ജിൻസിക്ക് കിടക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ നൗ എന്ന് പേര് പറയപ്പെടുന്ന വേറെ സംഗതിൻ്റെ ഇടയിൽ ഉണ്ടായപ്പോൾ പറയാൻ പറഞ്ഞതാണ്. അതിന് നൗ ഇളാഫി എന്നാ പേര്. രണ്ടെണ്ണം ഉണ്ട്, നൗ ഹക്കീക്കും ഇളാഫിയും. ആ നൗ ഹക്കീക്ക് മാത്രമേ അപ്പോൾ നമ്മൾ ഈ കുല്ലീൻ്റെ ഒന്നാമത്തെ കിസ്മായി വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? രണ്ടാമത്തെ കിസ്മ ജിൻസാണ്. പക്ഷെ നൗ ഇളാഫി എന്ന് പറഞ്ഞത് ഇവിടെ ഇടയ്ക്ക് പറഞ്ഞു പോയി എന്നുള്ളൂ. അത് നോക്കൂ എന്താ നൗ ഹക്കീക്കിന്ന്. അതൊരു ഹക്കീക്കത്താണ്. യുഹ്മലു അലിഹ വാല വൈഹ ജിൻസ്. ഇവിടെ ഹക്കീക്കത്തിൻ്റെ മാനം എന്താ അറിയോ? ഒരു ഷെയ് എന്ന് മാനുള്ളൂ. അതൊരു വസ്തുവാണ്. അതിൻ്റെയും വേറെന്തിൻ്റെയും മേൽ ജിൻസ് ചുമത്താൻ പറ്റുമെന്ന്. എപ്പോൾ ഫിജവായി മാഹുവ എന്താണെന്ന് ചോദിച്ചാൽ, എന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും മറ്റൊന്നിൻ്റെ മേൽ ജിൻസ് ഖബറായിട്ട് പറയാൻ പറ്റുമെന്ന്. ഉദാഹരണം പറഞ്ഞുതരാം. ഇൻസാനും ഹിമാറും എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് രണ്ടും ഹൈവാനാണ് പറയും അല്ലേ? അപ്പം മാനാക്ക് ഇതൊക്കെ എന്താണ്? നൗ ഇളാഫിയാണ്. ഇനി
നോഇൻ്റെ കൂട്ടത്തിൽ പിന്നെ ഷജറും സെയ്ദും എന്താണ് ചോദിച്ചു, അത് ജിസ്മിൻ നാമിയാണ് കാരണം. പക്ഷേല്ലേ അപ്പോൾ രണ്ടിനും മേലിൽ എന്ത് പറയാൻ പറ്റിയാൽ മതി, ഒരു ജിൻസ് പറയാൻ പറ്റിയാൽ മതി, ഞങ്ങൾക്ക് എന്താവും. അപ്പോൾ അതാണ് നൗ ഇലാഫി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇതിൻ്റെ അപ്പുറത്തുള്ള നോക്കുമ്പം ഇത് നൗ ആണ്, വേറൊന്നിൻ്റെ താഴെയാണ്, അതിനൊക്കെ അവൻ ഇലാഫി ആയിരുന്നു. ആ ഫൽ ഇലാഫി ഇപ്പം എന്ത് മനസ്സിലായി, നൗ ഇലാഫി ഫുള്ള് നൗ ആക്കിക്കോളന്നില്ല, പിന്നെയോ ചൗവിനാക്കിക്കോ ചില ജിൻസോ അതാ പറഞ്ഞതാ. ഇപ്പോൾ നൗ ഇലാഫി എന്ന സാധനം ഇമ്മ നൗവിനാക്കിക്കും ചിലപ്പോൾ നൗ ആക്കിക്കുന്നതാണ് ഈ കാരണം, നേരത്തെ പറഞ്ഞ ആക്കിക്കുന്നതാണ് ഈ കാരണം. മുന്തിരിയും നേരത്തെ കൊല്ലി ജിൻസിൻ്റെ കീഴിൽ നിന്നാൽ മതിയുള്ളൂ. ഒരു ജിൻസിൻ്റെ കീഴിൽ നിൽക്കണം, ഒരു ജിൻസിൻ്റെ കീഴിൽ നിൽക്കാൻ ഈ കാരണം ഇലാഫി ആവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നോക്കിക്കുന്നതാണ് ഈ കാരണം. ഇൻസാൻ അല്ല ഇൻസാൻ എന്ന് പറയും പോലെ അത് മുന്തിരിജി താരത്തിലെ ഹൈവാൻ്റെ കീഴിലാണല്ലോ ആര് നിൽക്കുന്നത്, ഇൻസാൻ നിൽക്കുന്നത്. ആ കൊണ്ട് ഇൻസാൻ ഹക്കീക്കെന്ന് പറയാം, ഇലാഫിന്നും പറയാം. ഇനി ഔ ജിൻസുൻ അതിനകത്ത് ഭയപ്പെട്ട ഒന്നുകിൽ ലോ ഇലാഫി ജിൻസാണ് ഈ കാരണം, താഴത്തേക്ക് ജിൻസിന് ആഹറാം, പക്ഷെ മറ്റു ജിൻസിന് താഴെയായാൽ മതി. ഒരു ജിൻസിന് താഴെയായാൽ അത് നോ ഹക്കീക്കാണെങ്കിലും ജിൻസാണെങ്കിലും ലോ ഇലാഫിയാവും. ചില ഹൈവാൻ അല്ല ഹൈവാൻ എന്ന് പറയും പോലെ ജിൻസാണല്ലോ. അപ്പോൾ അത് ഹൈവാൻ എന്ന് പറഞ്ഞാൽ ജിൻസാണ്, കാരണം ഹൈവാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വർഗ്ഗമാണ്. ഏത് ഹൈവാൻ എന്നാണത്. പക്ഷെ അതും അതിന് അപ്പുറത്തുള്ള ജിസ്മിനാമികളെ ചേർത്ത് നോക്കുമ്പോൾ നൗ ആണ്. താഴത്തിൽ ജിസ്മിനാമിയാണ്, ജിസ്മിനാമിനെ തീടി നിൽക്കുന്ന നൗ ആണത്. പിന്നെ വഹുവ ഈ ജിസ്മിനാമിൻ്റെ സാധനം താഴത്തെ ജിസ്മിൽ മുത്തലക്കി വെറും ജിസ്മിൻ്റെ താഴെയാണത്. വെറും വളരുന്നോ വളരാത്തതുമാകാതിരിക്കുന്ന തടി. മറ്റ് വളരുന്ന തടിയാണ് ഷജർ പോലത്തോ ഒക്കെ. മറ്റു വളർന്നാലും വളരാത്തോ മറ്റും കല്ലും മരും ഒക്കെ പോടും വെറും ജിസ്മ് കാരണയിൽ നമ്മളും പെടും. വഹുവ ഈ ജിസ്മു മുത്തലക്കം നിലക്കുള്ള ഈ ജിസ്മ് എന്നത് താഴത്തൽ ജൗഹറിന് താഴെയാണ്. ജൗഹർ എന്ന് പറഞ്ഞാൽ തടിയിലവും പെടും, തടിയില്ലാത്തവും പെടും. പിന്നെ ഇപ്പോൾ യുഹ്മലു അലൽ ഇൻസാനി വൽ ഫറസി, അപ്പം ഇൻസാൻ്റെയും ഫറസിൻ്റെയും മേലും ഹംല ചെയ്യപ്പെടും ആരെ ഹൈവാനാണ് പറയാൻ പറ്റും. അപ്പം ഫിജവായി മാഹുമ ഏതാ ഈ ഫറസും ഇൻസാനും എന്താണോ വെച്ചാൽ ഹൈവാനാന്നല്ല പറയാം. അപ്പം ഇൻസാനും ഫറസും ഒക്കെ നൗ ആണ്. ഇനി വക്കത ജിസ്മിൻ നാമീൻ നൗ ആവും. കാരണം എന്താ അല ഹൈവാനി ഷജരി അത് പറയപ്പെടും, അല ഹൈവാൻ്റെയും ഷജറിൻ്റെ മേലിൽ. അങ്ങനെ ഹൈവാനും ഷജർ എന്താ വെച്ചാൽ ജിസ്മിൻ നാമിയാണ്, അറിയ വളരുന്ന തടിയാണ്. അതുപോലെ തന്നെ പോലെ മുത്തലക്കു ജിസ്മു മുത്തലക്കെന്ന് പറയപ്പെടും അലഹി വാലൽ ഹജരി, ഈ പിന്നെ ജിസ്മു മുത്തലക്കിൻ്റെയും ഹജറിൻ്റെയും കൂടി മേലിൽ. വൽ ജൗഹറിനെ പറയപ്പെടും അലഹി എന്തിൻ്റെ മേലിൽ ജിസ്മു മുത്തലക്കിൻ്റെയും മേലും ഉഖൂലിൻ്റെ മേലും. ഈ ചില ഇതിൻ്റെ അഖിലുകാർ വാദിക്കുന്ന പ്രത്യക്ഷത്തിൻ്റെ അഖിലുകാർ വാദിക്കുന്ന ഒരു വാദമാണ് ഉഖൂലിൽ എസ്ര എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നൊക്കെ. അതുണ്ടോ അല്ല എന്നുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ അഖിലുകാരും മറ്റൊക്കെ ഖിലാഫുള്ള കാര്യമാണ്. നമുക്ക് മന്തിക്കിൽ അത് നമുക്ക് ചർച്ചയല്ല. നമ്മളെ വിഷയം ഇപ്പം ഉഖൂൽ എന്ന സാധനം ഉണ്ട്, അത് ജിസ്മില്ലാത്ത സാധനമാണ്. അപ്പോൾ ഉഖൂലിൻ്റെയും ഈ ജിസ്മിൻ്റെയും കൂടി മേലെന്ന് പറയപ്പെടും ജൗഹർന്ന് പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജൗഹർ എന്തല്ല നൗ അല്ല, കാരണം ജൗഹറിൻ്റെ മേലെ വേറെ ജിൻസില്ല, ജൗഹറിൻ്റെ മേലെ വേറെ ജിൻസില്ല, ജൗഹർ ജിൻസാണ്. പക്ഷേ ജൗഹറിൻ്റെ താഴെ നിൽക്കുന്ന ആളാണ് ഏത് ഈ പിന്നെ കുലുകളും മറ്റുമൊക്കെ. അപ്പോൾ അത് നൗ ആണ്. പിന്നെ ഫൈനൽ ഇൻസാനാണ് നെസ്തുക്കു അലിഹി അതിന് പേര് പറയാൻ പറ്റും താരീഫ് നൗ ഹക്കീക്കി വലിദാഫി കിലൈഹിമ. നൗ ഹക്കീക്കിനും ഇലാഫി രണ്ടും പറയാൻ പറ്റും. ആരെ പറ്റി? ഇൻസാനെ പറ്റി. വൈക്കാല ലഹു നൗൻ സാഫിൽ, ഇതിന് നൗൻ സാഫിൽ എന്നും പേരുണ്ട്, നൗൽ അൻവാഗ് എന്നും പേരുണ്ട്. കാരണം ഇൻസാന് ഫറസ് പോലെ തന്നെ നൗൽ അൻവാഗ് എന്നും പറയാം, നൗൻ സാഫിൽ ഏറ്റവും അടിയത്തെ നൗൻ അങ്ങനെയും പറയാം. ഒമനൽ ഹൈവാനി ജിസ്മിൽ മുത്തലക്കി മേപ്പോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഹൈവാൻ മുതലക്ക് ജിസ്മു മുത്തലക്ക് വരെ ഉൾപ്പെടെയുള്ള എനിക്കൊക്കെ പേര് നൗൻ ഇലാഫി മാക്കത്ത്. നൗ ഇലാഫി മാത്രമേ ഉള്ളൂ, എന്താവില്ല നൗ, കാരണം ജിൻസാണത്, അതിനെന്തുണ്ടാവില്ല നൗ ഇലാഫി ഹക്കീക്കറിയാൻ പറ്റൂല. അമ്മൽ ജിസ്മുൽ മുത്തലക്ക് ഇനി ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജൗഹറിനെ നേരെ താഴെ ജിസ്മു മുത്തലക്കല്ലേ, അതാവുന്ന യുക്കാലഹു നൗൻ ആലിൻ ഏറ്റവും മേലത്തെ നൗ എന്ന് പറയും. ഇനി ഒമ വൈനവുമാരി അടിയിൽ ഉണ്ടല്ലോ, ഏതാണ്ടെണ്ണം ഹൈവാനി ഹൈവാനി ജിസ്മു പോലത്തെ ജിസ്മുനാമി പോലത്തെ അതൊക്കെ നൗൻ മുത്തവസിത്തുൻ, അത് മുത്തവസിത്ത് എന്നും പറയുന്നതാണ്.